നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് വീണ്ടും സർക്കാർ പരിപാടിയിൽ വേദി. വേടന് വീണ്ടും വേദി ഒരുങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയിൽ. വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന പ്രക്രിയയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിൽ. ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത് കുട്ടിക്കാനം കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിൽ. അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യം മൂലം ജില്ലയിലെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലെന്ന DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ല. നിലവിൽ ജില്ലയിലെ ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള നിർമ്മാണ പദ്ധതികൾ പ്രതിസന്ധിയിലെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാത തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അറ്റകുറ്റപ്പണി നടത്താനോ നവീകരിക്കുന്നതിനോ നടപടിയില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിനായി 40 ലക്ഷം രൂപ അനുവദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നവീകരണം എങ്ങും എത്തിയില്ലെന്നും നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് വീണ്ടും സർക്കാർ പരിപാടിയിൽ വേദി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയിലാണ് വേടന് വീണ്ടും വേദി ഒരുങ്ങുന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് വേടന്റെ റാപ്പ് ഷോ. കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും അറസ്റ്റിലായി ജാമ്യം ലഭിച്ചതിനു ശേഷം റാപ്പർ വേടന് വീണ്ടും വേദിയൊരുക്കുകയാണ് സർക്കാർ. വാഴത്തോപ്പിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന മേളയിലാണ് വേടന് വീണ്ടും വേദി ലഭിച്ചിരിക്കുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ വേടന്റെ ഇടുക്കിയിലെ പരിപാടി നേരത്തെ റദ്ദു ചെയ്തിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വേടന്റെ റാപ്പ് ഷോ. കഴിഞ്ഞ 29-നാണ് ഇടുക്കിയിൽ വേടന്റെ പരിപാടി നടക്കാനിരുന്നത്. സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി. അതിനിടയിലാണ് കഞ്ചാവുമായി വേടൻ അറസ്റ്റിലാവുന്നതും പിന്നീട് പുലിപ്പല്ലി കേസിൽ ജയിലിലാകുന്നതും. വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന പ്രക്രിയയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റുതിരുത്താൻ തയ്യാറായ അദ്ദേഹത്തെ വേട്ടയാടണ്ട എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. വേടന്റെ പാട്ടുകൾ പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. 5-ാം തീയതി ഇടുക്കിയിൽ നടക്കുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ വേടന്റെ പരിപാടി സംഘടിപ്പിക്കണമെന്നും MV ഗോവിന്ദൻ അടിമാലി മച്ചിപ്ലാവിൽ പറഞ്ഞു. അതിനിടയിൽ വന്ന ഒരു പ്രശ്നം വേടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പേര് വേടൻ എന്നല്ല കേട്ടോ, അദ്ദേഹം ഒരു അമരനാമത്തിൽ വേടൻ എന്ന് പറഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയ രീതി. യേശുദാസിൻ്റെ പാട്ട് പോലൊന്നുമല്ല, അത് ക്ലാസിക്കലാണല്ലോ. ഇതൊരു പ്രത്യേക ടൈപ്പ്. അയാൾ തന്നെ എഴുതുക, അയാൾ തന്നെ സംഗീതം ചെയ്യുക, അയാൾ തന്നെ പാടുക. ഭയങ്കര കരുത്താണ്. അത് ഈ പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതിനുവേണ്ടി അംബേദ്കറിനെ പറ്റി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി, അവരെ പറ്റിയെല്ലാമുള്ള അതിശക്തിയായ രീതിയിലുള്ള കരുത്തുള്ള പാട്ടാണ് അദ്ദേഹം പാടുന്നത്. ആ പാട്ടിന് നല്ല ആകർഷണമുണ്ട്. ചെറുപ്പക്കാർ നല്ലപോലെ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് ആൾ. ആ 10,000-കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരൻ ഈ സംഗീതത്തിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം പറയാറുണ്ട്, MDMA ഉൾപ്പെടെയുള്ള മാരകമായ മയക്കുമരുന്നിലൊന്നും എൻ്റെ കുട്ടികളെ അടപ്പെട്ട് പോകരുത് എന്നൊക്കെ. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ 8 ആളും കൂടി ചേർന്ന് അങ്ങനെ 9 ആൾ ഒരു ലോഡ്ജിൽ പോലീസിന് വിവരം കിട്ടി അന്വേഷിച്ച് നോക്കിയപ്പോൾ 6 ഗ്രാം എന്താണ് എല്ലാവർക്കും അറിയാം, MDMA ഒന്നുമല്ല കിട്ടിയത്, കഞ്ചാവ് കിട്ടി. ഇടുക്കിക്കാർക്ക് പഞ്ചാബ് നല്ല പരിചയമാണ്. കഞ്ചാവ് ഇടുക്കി കഞ്ചാവ് കിട്ടി. തെറ്റാണ്. ഫോറസ്റ്റുകാർ പറഞ്ഞു ഇത് ഈ പുലിപ്പല്ലുണ്ട്, ഇയാളുടെ ഒരു താരി പോലെ സാധനം ഉണ്ട്. അത്ര പുലിപ്പല്ല് വന്നപ്പോൾ പിന്നെ വിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ കേസായി. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റി തിരുത്തേണ്ടുന്ന ഘട്ടം വന്നാൽ തിരുത്തിക്കുന്നതിന് പകരം അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാടും ഈ കേരളം അംഗീകരിക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിക്കില്ല, പാർട്ടിയും അംഗീകരിക്കില്ല. ഞാൻ വളരെ വ്യക്തതയോടുകൂടി അർത്ഥശങ്കക്കടയില്ലാത്ത രീതിയിൽ പറഞ്ഞു, തീർച്ചയായും വേടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് വേണ്ടത്.
തെറ്റ് തിരുത്താനുള്ള അവസരം നൽകി, തെറ്റ് തിരുത്തി അദ്ദേഹം ഇനിയും സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് വേണ്ടത്. ആ ഇടതുപക്ഷ മനസ്സിന്റെ പൂർണ്ണമായ അർത്ഥതലം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ഈ പറയുന്ന ഫോറസ്റ്റുകാർ ഉൾപ്പെടെ അതിൽ പല സൈസും ഉണ്ട് ഉദ്യോഗസ്ഥന്മാർ, അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ബാധ്യതയില്ല. തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ, ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിനു പകരം ഒരു വേട്ടയാടൽ പ്രക്രിയ പോലെ ഇതുപോലുള്ളൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ളത് എന്ന് ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി. കുട്ടിക്കാനം കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിലാണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ 12,500 ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രിഡിൽ ഓസ്ട്രേലിയയിലെ AXL സിസ്റ്റംസ് ഡയറക്ടർ നിക് ലാൻകുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിൽ എത്തിയത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ ഡ്രോൺ എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ പരീക്ഷിച്ചു. ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം, വളപ്രയോഗം, കളനശീകരണം, വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളേക്കാൾ ചെലവ് കുറച്ചുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. And I'm sure in many countries we are using helicopters for various reasons. It could be for the spraying, it could be for monitoring, it could be for also cattle management as well. Our aim with Axel drones with India and the global in Australia is to help reduce the amount of reliance on helicopters. ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണിക്കുള്ള പരിഹാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ, കാർഷിക സംരംഭ മേഖലകളിലെ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ ഭാവി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇത് ജസ്റ്റ് റാൻഡംലി ഒരു സാധനമല്ല, ഇതൊരു കോർഡിനേറ്റഡ് സിസ്റ്റമാണ്. ലൈറ്റ്, സ്ട്രോബ് ലൈറ്റ്, അതുപോലെ സൗണ്ട് സിസ്റ്റംസ്, ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ഡെമോ ആണ്. ഫാം കൃഷിയുടെ നിരീക്ഷണം, ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം, പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സിൽ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതിയെന്ന് ഡാവിൻ പ്രിഡിൽ, നിക് ലാൻകുബ എന്നിവർ പറഞ്ഞു. അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യം മൂലം ജില്ലയിലെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലെന്ന് DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ല. നിലവിൽ ജില്ലയിലെ ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള നിർമ്മാണ പദ്ധതികൾ പ്രതിസന്ധിയിലാണ്. വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുമെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. കേരളത്തിൽ ഇടുക്കി ജില്ലയുടെ സമീപസ്ഥ പ്രദേശങ്ങളായിട്ടുള്ള കോറികളിൽ നിരവധിയായിട്ടുള്ള അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ കണ്ടതോടുകൂടി പല സ്ഥലങ്ങളും അത് അടച്ചുപൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഫലത്തിൽ അതിൻ്റെ എല്ലാ തിക്ത അനുഭവങ്ങൾ, ഫലങ്ങൾ ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. ഒരു ലോഡ് മണ്ണോ മണലോ പാറപ്പൊടിയോ മെറ്റിലോ കിട്ടാൻ കഴിയാതെ ജനം തേരാപ്പാര ഓടി നടക്കുകയാണ്. ഇവിടെ CPM-ന്റെ ജില്ലാ നേതൃത്വമടക്കമുള്ള ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ നേതൃത്വമടക്കമുള്ള ആളുകൾ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഉപദ്രവം ജനങ്ങൾ ഏറ്റുവാങ്ങുന്നത് CPM-നെ കൊണ്ടാണ്. CPM-ന്റെ നേതാക്കന്മാരെ, അവരുടെ മക്കളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ, ഇതേപോലെ പാറപട ഖനനം പോലെയുള്ള വിഷയങ്ങളിൽ അതിശക്തമായ ജനകീയ കാര്യങ്ങൾ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ ഒളിച്ചു കളിച്ച് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവർക്കെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയരേണ്ടതായിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാത തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അറ്റകുറ്റപ്പണി നടത്താനോ നവീകരിക്കുന്നതിനോ നടപടിയില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിനായി 40 ലക്ഷം രൂപ അനുവദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. വാക്കുപാലിക്കാത്ത അധികാരികൾക്കെതിരെ സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് BJP നേതൃത്വം. ജില്ലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ പ്രധാനമായി ആകർഷിക്കുന്ന ഇടമാണ് അഞ്ചുരുളി. ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. അവധിക്കാലമായതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. എന്നാൽ ദുർഘടമായ പാതകളാണ് സഞ്ചാരികളെ സ്വീകരിക്കുന്നത്. റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ആരോപണം. അതോടൊപ്പം നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ 40 ലക്ഷം രൂപ റോഡ് മെയിൻ്റനൻസിനായി അനുവദിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് BJP നേതൃത്വത്തിന്റെ ആരോപണം.
നാട്ടുകാരുടെ നിരന്തരമായ സമരത്തെയും ആവശ്യത്തെയും ഒക്കെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ കുറേ കാലം മുമ്പ് ഈ റോഡിന് മെയിൻ്റനൻസിന് 40 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും നിയമസഭയിലുമൊക്കെ പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ വളരെ പ്രതീക്ഷയിലാണ്. റോഡ് ഉടനെ നന്നാക്കി കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു. അടിയന്തരമായി ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഈ വഴി നന്നാക്കിയില്ലെങ്കിൽ ഈ അവധിക്കാലത്ത് വരുന്ന ടൂറിസ്റ്റുകളെയും നാട്ടുകാരെയും എല്ലാം വളരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്ക് പുറമെ പ്രദേശവാസികളും ഏറെ യാത്രാക്ലേശം നേരിടുന്നുണ്ട്. ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലേക്കടക്കമുള്ള പാതയാണ് ഇത്തരത്തിൽ ദുർഘടമായി കിടക്കുന്നത്. പല ഭാഗങ്ങളിലും ടാറിംഗ് ഇളകി മെറ്റലുകൾ നിരന്നു കിടക്കുന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ അഞ്ചുള്ളി റോഡ് ശരിക്കും പറഞ്ഞാൽ ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമായ രീതിയിലല്ല കിടക്കുന്നത്. കക്കാട്ടുകട മുതൽ അഞ്ചുള്ളി വരെയുള്ള റോഡ് ഭയങ്കര കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റ് വണ്ടികൾ, ബസ്സും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനകത്ത് അധികാരികൾ ഇടപെട്ട് ഈ വഴി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. റോഡിൽ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അധികൃതരുടെ അനാസ്ഥ ഒഴിഞ്ഞ് അടിയന്തരമായി പാത നവീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അതോടൊപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള അധികാരികൾക്കെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് BJP കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി. കാഞ്ചിയാർ ലബക്കടിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം നഷ്ടമായി മേരികുളം സ്വദേശികൾ യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. മൂന്നാറിൽ നിന്നും മടങ്ങിയ കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കോമ്പസ് ലബക്കടിയിൽ വെച്ച മേരികുളത്തു നിന്നും കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. തുടർന്ന് നിയന്ത്രണ നഷ്ടമായ വാഹനം ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ യാത്രികരായിരുന്ന മേരികുളം സ്വദേശികളായ സിനോജ്, ദിലീപ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സിനോജിന്റെ കൈക്കും കാലിനും പരിക്കുണ്ട്. ദിലീപിന്റെ തലയ്ക്കാണ് പരിക്ക്. ഇരുവരെയും ഉടൻ തന്നെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മുൻപും ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വട്ടവട മേഖലയിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് A. രാജ MLA അറിയിച്ചു. വട്ടവടയെയും കാന്തല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം മുമ്പ് മുന്നോട്ട് വച്ചിരുന്നതാണെന്നും ഈ റോഡിന്റെ നവീകരണത്തിനായി തുക അനുവദിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും MLA പറഞ്ഞു. ഒത്തിരി ഫണ്ട് ആവശ്യം വരുന്നതാണ്. അപ്പോൾ നേരത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളീധരൻ നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഭാഗമായിട്ട് ഫണ്ട് അനുവദിക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിലേക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഇപ്പോൾ മറ്റ് റോഡുകൾ, തകർന്നു കിടക്കുന്ന മറ്റ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 18.85 കോടി രൂപ നിലവിൽ അനുവദിച്ചു. ഒന്ന് കോവിലൂർ ഒറ്റമറം പഴത്തോട്ടം ജംഗ്ഷന് വേണ്ടി 7.53 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ MLAയുടെ ഫണ്ടായിട്ട് ഒരു 95 ലക്ഷം രൂപ ആസ്തി വികസനത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളും ആരംഭിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ പഴത്തോട്ടം ജംഗ്ഷൻ, ചെലന്തിയാർ ജംഗ്ഷൻ 8.61 കോടി രൂപ നേരത്തെ ബജറ്റ് വർക്കായിട്ടുള്ള 5 കോടി രൂപ ആ റോഡിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെയും വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഇപ്പോൾ 8.61 കോടി രൂപ അനുവദിച്ചു. അതുപോലെ ചെലന്തിയാർ ജംഗ്ഷൻ, ചെലന്തിയാർ വാട്ടർഫോൾസ് റോഡ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വട്ടവടയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ റോഡും നന്നാക്കുന്നതിന് വേണ്ടി 2.71 കോടി രൂപ കേരള റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിയുടെ ഭാഗമായി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. CPI അടിമാലി മണ്ഡലം സമ്മേളനം 5, 6 തീയതികളിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായിട്ടാണ് CPI അടിമാലി മണ്ഡലം സമ്മേളനം നടക്കുന്നത്. 5-ാം തീയതി രാവിലെ 9:30 രജിസ്ട്രേഷന് ശേഷം 10:30 പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. പ്രമേയ അവതരണ ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ സമ്മേളനം പാർട്ടിയുടെ ചരിത്രത്തിൽ CPI എന്ന പ്രസ്ഥാനത്തിന് മുൻകാലങ്ങളിലെടുത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഗതി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള 24-ാം പാർട്ടി കോൺഗ്രസിൽ പാർട്ടി എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു 3ാം മുന്നണിയെ ഉണ്ടാക്കുവാനും ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പങ്ക് വഹിച്ച പാർട്ടിയാണ് CPI. ആ
ആ പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് പഞ്ചാബിലെ ഛത്തീസ്ഗഡിൽ ചേരുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് വരുത്തപ്പെടേണ്ടതായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചും അടക്കം ചർച്ച ചെയ്യപ്പെടും. ആയതുകൊണ്ട് പാർട്ടിയുടെ 5-6 തീയതികളിൽ നടക്കുന്ന മണ്ഡല സമ്മേളനത്തിൽ ഈ പ്രദേശത്തെ നല്ലവരായ മുഴുവൻ ബഹുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും പാർട്ടിക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ കെ ശിവരാമൻ, ജയ മധു, MY ഔസേപ്പ്, ജോസ് ഫിലിപ്പ്, VK ധനപാൽ, P പളനിവേൽ, പ്രിൻസ് മാത്യു എന്നിവർ സംസാരിക്കും. പ്രവർത്തന റിപ്പോർട്ട് മണ്ഡലം സെക്രട്ടറി KM ഷാജി അവതരിപ്പിക്കും. 6-ാം തീയതി മറുപടി പ്രസംഗം, മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, തുടർന്ന് ജില്ലാ പ്രതിനിധി തെരഞ്ഞെടുപ്പും മുതിർന്ന നേതാക്കളെ ആദരിക്കലും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KM ഷാജി, TJ ആൽബർട്ട്, NA ബേബി, രാജൻ കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ കാട്ടുമൃഗശല്യം വർദ്ധിക്കുന്നു. പെരുമലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തി. തലയാറിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായത് തൊഴിലാളി കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടിയ കുടുംബങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയാണ് പെരുമലയിൽ കാട്ടാനകളും തലയാറിൽ പുലിയുടെയും സാന്നിധ്യമുണ്ടായിട്ടുള്ളത്. പെരുമലയിൽ ഗ്രാമത്തിലേക്കുള്ള റോഡിൽ കാട്ടാനകൾ ഇറങ്ങി സ്വൈര്യവിഹാരം നടത്തിയത് ആളുകളെ ഭീതിയിലാഴ്ത്തി. കഴിഞ്ഞ 2 ആഴ്ചകളായി പ്രദേശത്ത് കാട്ടാനകൾ തമ്പടിച്ചു വരുന്നുണ്ട്. വഴിയോരക്കടകൾക്കും കൃഷിക്കും കാട്ടാനകൾ നാശം വരുത്തി. RRT സംഘം പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുവെങ്കിലും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ RRT സംഘം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആവശ്യം. തോട്ടം മേഖലയായ തലയാറിൽ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യമുണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. തലയാർ ഡിസ്ട്രിക്റ്റിൽ അന്നത്തെ നൈറ്റ് ഒരു பெரிய புலி வந்திருக்கு. அமுல் என்ப தோட்டத்துக்கு அமுல் தொழுவுக்கு அவர் 2 மாடை வச்சு தான் பொழப்பு நடத்திக்கிட்டு இருக்காரு. இது தரத்தை பார்த்தா பெரிய ரொம்ப முரடு மாதிரி தெரியுது. நைட்டு 12:30 மணிக்கு நாய் குலைக்கவும் பயங்கரமாக நாய் குலைச்சிக்கிட்டு இருந்துச்சு. அப்போ சவுண்டு கேட்டு எல்லாம் வந்து பார்க்கவும் இது ஓடிடுச்சு. ஆனால் தொழுவு லைட்லாம் போட்டு தொழுவுலேயே ஆள் உட்காந்துக்கிடுச்சு மாடை பாதுகாத்துக்கிட்டு. இது ஃபாரஸ்ட்டுக்காரங்க கண்டிப்பாக வந்து என்னன்னு பார்த்துட்டு போகணும். തലയാറിൽ പുലിയുടെ കാൽപ്പാടുകൾ വിവിധയിടങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടെന്നും കന്നുകാലി തൊഴുത്തിനരികിൽ പുലി എത്തിയതായും തൊഴിലാളികൾ പറയുന്നുണ്ട്. ഇവിടെ മുമ്പും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ആനച്ചാൽ 2-ാം മൈൽ റോഡിലും ഗതാഗതക്കുരുക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിലൊന്നാണ് ആനച്ചാൽ. തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി. വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്കുമുറുകും. കാൽനട യാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇത് വരുന്നവനും പോകുന്നവനും ഇങ്ങോട്ട് ഇതേപോലത്തെ ട്രാഫിക് ജാമുള്ള ഒരു സ്ഥലം എങ്ങും ഞാൻ ഈ അടുത്തിടെയൊന്നും കണ്ടിട്ടില്ല ഈ ഇടുക്കി ജില്ലയിൽ. അതേപോലത്തെ ട്രാഫിക് ജാമാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ തയ്യാറാക്കാൻ സർക്കാരിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാവുന്ന കാര്യവും. അതേപോലെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് അടിയുന്ന സ്ഥലവും ഇവിടെയാണ്. മനസ്സിലായോ? കേന്ദ്രമാണ് ഇവിടെ. അതെ, അവരെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, പോണ്ടിച്ചേരിയിൽ നിന്ന് എല്ലാം വരുന്ന ജംഗ്ഷൻ ഈ ആനച്ചാൽ സിറ്റിയാണ്. ആനച്ചാൽ ഇരുട്ടുകാനം, ആനച്ചാൽ 2-ാം മൈൽ, ആനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന റോഡിന് മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ്. പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്നും നാട്ടുകാർ പറഞ്ഞു. മൂന്നാറിലേക്കുള്ള ടൂറിസ്റ്റ് പ്രവാഹം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ആനച്ചാൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അതീവ ജാഗ്രതയോടുകൂടി ഇത് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിരന്തരം പ്രശ്നങ്ങളാണ്. ഇവിടെ വീതിയുടെ പ്രശ്നമുണ്ട്. വഴിയുടെ വീതി കൂടുതൽ ആവശ്യമാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ പഞ്ചായത്തും PWDയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസിയാതെ തന്നെ അതിൻ്റെ എല്ലാം തീരുമാനമാകും. പക്ഷെ അതുപോലെ ഇപ്പോൾ മൂന്നാറിലേക്കുള്ള വലിയ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടുകൂടി ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ പ്രവർത്തനം നടത്തി ഈ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടൗണിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട്. പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ്. ടൗണിനോട് ചേർന്നുള്ള ആൽത്തറ ജംഗ്ഷൻ ഭാഗത്തും തിരക്കേറുന്നതോടെ അഴിയാക്കുരുക്കാണ്.
ഇത് കുഞ്ചിത്തണ്ണി ഭാഗത്തു നിന്ന് ആടിറ്റുകയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു. ആനച്ചാൽ 2-ാം മൈൽ റോഡിലെ ഗതാഗതക്കുരുക്കും പ്രതിസന്ധിയാകുന്നുണ്ട്. തിരക്കേറുന്ന സമയങ്ങളിൽ ആനച്ചാലിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം. വണ്ടൻമേട് കടശിക്കടവ് വാലുമേട് സൂര്യകാന്തി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജാ മാട്ടുകാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 22 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയത്. ഇവിടുത്തെ താമസക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു സഞ്ചാരയോഗ്യമായ റോഡ് എന്നത്. കുമ്മിളിമൂന്നാർ റോഡിൽ തിരക്കുണ്ടാകുമ്പോൾ ബൈപ്പാസായി ഈ വഴി ഉപയോഗിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ MLAയുടെയോ MP യുടെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട റോഡാണ്. എങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ ഈ കുറഞ്ഞ ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം 22 ലക്ഷം രൂപ തുടക്കം കുറിച്ചുകൊണ്ട് ഈ വർഷം വീണ്ടും വെച്ചിട്ടുണ്ട്. ഇത് പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഈ നല്ല പ്രവൃത്തിക്ക് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ റോഡിന് വേണ്ടി അധ്വാനിച്ച നമ്മുടെ രാജാ മാട്ടുകാരനെ ഈ റോഡിൻ്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം രാജാ മാട്ടുകാരൻ നാടൻ മുറിച്ച റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. ഈ വർഷം 22 ലക്ഷം രൂപയുടെ ഫണ്ടിന്റെ പണി തീർന്നാലും അടുത്ത് 10 ലക്ഷം രൂപ കൂടെ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അത് ആലോചിച്ചിട്ടുണ്ട്. അതിന് എസ്റ്റിമേറ്റുകൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മെയിൻ റോഡായിട്ട് പോകുന്ന റോഡിന് എന്തെങ്കിലും റോഡ് ബ്ലോക്ക് ആയാൽ പെട്ടെന്ന് കട്ടപ്പനയ്ക്കോ മൂന്നാർക്കോ പോകാനുള്ള എളുപ്പമുള്ള റോഡ് ഈ സൂര്യകാന്തി വാൽമേട് സൂര്യകാന്തി റോഡാണ്. റോഡിന്റെ ബാക്കിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, സെക്രട്ടറി ഇൻചാർജ് സജുലാൽ, INTUC ഇടുക്കി റീജിയണൽ എസ്റ്റേറ്റ് പ്രസിഡന്റ് VK മുത്തുകുമാർ, ശരവണൻ C മുരുകൻ എന്നിവർ സംസാരിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ശ്രദ്ധാകേന്ദ്രമായി കൈത്തറി നെയ്ത്ത് യൂണിറ്റ്. പനംകുട്ടി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. പനംകുട്ടിയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം ഒരു കാലത്ത് നിരവധി പേർക്ക് തൊഴിൽ നൽകിയിരുന്നു. പരമ്പരാഗത നെയ്ത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചിറങ്ങുന്നവർക്ക് ചെറിയ തോതിൽ വരുമാനവും നെയ്ത്ത് സംഘം വഴി ലഭിച്ചിരുന്നു. ഇടക്കാലത്ത് സർക്കാർ സഹായങ്ങൾ കുറഞ്ഞതോടെ സംഘത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലായി. നെയ്ത്തിന്റെ പ്രാധാന്യവും മൂല്യവുമൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനാണ് നെയ്ത്ത് സഹകരണ സംഘം പ്രവർത്തകർ ഇപ്പോൾ ശ്രമിക്കുന്നത്. പനംകുട്ടി നെയ്ത്ത് സഹകരണ സംഘത്തിലെ ഒരു സ്റ്റാളാണിത്. ഇവിടെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 40 വർഷത്തോളമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം പുതിയ ആൾക്കാർ വരാൻ മടിക്കുന്നു. അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിലേക്ക് വരും. ഇപ്പം പുതിയ തലമുറകൾക്കൊക്കെ വരാൻ മടിയായി ഇരിക്കുകയാണ്. തലമുറയായി ചെയ്തു വരുന്ന എനിക്ക് കൈത്തറി കൈ കൊണ്ടുള്ള വർക്കുകളാണ്. മൊത്തം നല്ല ഒരു കാര്യമാണിത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുള്ള തറിയിൽ നെയ്ത്തും തുടരുന്നു. പുതുതലമുറയ്ക്ക് വ്യത്യസ്തമായ കാഴ്ചയാണ് കൈത്തറി നെയ്ത്ത്. വേണ്ടത്ര സഹായങ്ങൾ ലഭിക്കാത്തതിനാൽ പുതുതായി ആരും കൈത്തറി നെയ്ത്ത് രംഗത്തേക്ക് കടന്നുവരുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമുണ്ടായാൽ നിരവധി പേർക്ക് സ്ഥിര വരുമാനവും തൊഴിലും ഇതിലൂടെ ലഭിക്കും. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സ്റ്റാൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കും നെയ്ത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി. ആധുനിക രീതിയിൽ നിർമ്മിച്ച വണ്ടൻമേട് വാലുമേട് 59-ാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടൻമേട് വാലുമേട് സ്വദേശി ചന്ദ്രശേഖർ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള അങ്കണവാടി നിർമ്മിച്ചത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജാ മാട്ടുകാരൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 60% ആളുകളും അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് രാവിലെ തൊഴിലിന് പോകുമ്പോൾ കുട്ടികളെ ആശ്രയിച്ച് അംഗൻവാടി ടീച്ചറിനെയും ഹെൽപ്പറിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ സ്കൂളിൽ അംഗൻവാടികൾ വിടുകയാണ്. പിന്നെ അത് പണി കഴിഞ്ഞ് വരുമ്പോഴാണ് തിരികെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ പല സ്കൂളുകളിലും ഞാൻ അംഗൻവാടികൾ പ്രത്യേകിച്ച് ടീച്ചർമാരോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ അംഗൻവാടിയിലെ പരിസരങ്ങൾ ഏറ്റവും നല്ല വൃത്തിയാക്കുക. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 3 അംഗൻവാടിയിലെങ്ങാണ്ട് പാമ്പുകൾ കയറി എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷകൾ വരികയും നമ്മളത് നോക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് മതിൽക്കെട്ടിന് ഇടവഴി ഇഴജന്തുക്കൾ കയറുകയും കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമ്മളത് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. എന്തായാലും വാലുമേട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ മേഖലയിൽ നമ്മുടെ രാജാ മാട്ടുകാരൻ ഏതാണ്ട് 30 വർഷം പൂർത്തീകരിക്കുന്ന
ഒരു ഭരണസമിതി കാലഘട്ടം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ഒരു അംഗൻവാടിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അങ്കണവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ ചന്ദ്രശേഖരനെയും ഭാര്യ പത്മിയെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, INTUC ജില്ലാ റീജിയണൽ എസ്റ്റേറ്റ് പ്രസിഡന്റ് VK മുത്തുകുമാർ, ICDS സൂപ്പർവൈസർമാരായ ശശികല, ബിന്ദു K, അങ്കണവാടി വർക്കർ ജിൻസി ബിബീഷ്, ഹെൽപ്പർ അമ്പിളി ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടിപ്പെരിയാർ വാളാടി അരുൾ ശ്രീ ഗൗമാരിയമ്മൻ ത്രയംബകേശ്വരൻ ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങളുടെ പ്രധാന വഴിപാടായ ആഴിയിറക്കം നടന്നു. നൂറുകണക്കിന് ഭക്തർ വഴിപാടിന്റെ ഭാഗമായ ആഴിയിറക്കത്തിൽ പങ്കെടുത്തു. ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ആഴിപൂജ നടന്നത്. തുടർന്ന് കറുപ്പുസ്വാമി വിശേഷാൽ അഭിഷേക പൂജ, അന്നദാനം, അമ്മൻ എഴുന്നള്ളത്ത്, മുളപ്പയർ, അമ്മൻകുടം ഘോഷയാത്ര എന്നിവയും നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഉത്സവത്തിന്റെ പ്രധാന വഴിപാടായ ആഴിയിറക്കം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ആഴിയിറക്കത്തിൽ പങ്കാളികളായി. ആഴിയിറക്കത്തിന് ശേഷം അന്നദാനവും ആർട്ട് ആൻഡ് സോൾ ഡാൻസ് സ്റ്റുഡിയോയുടെ നേതൃത്വത്തിൽ സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത് മൂന്നാർ പുഷ്പമേളയിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നു. ആദ്യ ദിനത്തിൽ മാത്രം 6000-ലധികം ആളുകളാണ് പുഷ്പമേള കണ്ടുമടങ്ങിയത്. ഈ മാസം 10 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. തെക്കിന്റെ കാശ്മീർ കാണാനെത്തുന്നവരെ കാത്ത പൂക്കളുടെ വർണ്ണക്കാഴ്ചകളും ഒരുങ്ങിക്കഴിഞ്ഞു. DTPCക്ക് കീഴിലുള്ള ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് 10 ദിവസങ്ങളായി പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധ തരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് വീണ്ടും സർക്കാർ പരിപാടിയിൽ വേദി. വേടന് വീണ്ടും വേദി ഒരുങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയിൽ. വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന പ്രക്രിയയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിൽ. ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത് കുട്ടിക്കാനം കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിൽ.
അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യം മൂലം ജില്ലയിലെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലെന്ന DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ല. നിലവിൽ ജില്ലയിലെ ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള നിർമ്മാണ പദ്ധതികൾ പ്രതിസന്ധിയിലെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാത തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അറ്റകുറ്റപ്പണി നടത്താനോ നവീകരിക്കുന്നതിനോ നടപടിയില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിനായി 40 ലക്ഷം രൂപ അനുവദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നവീകരണം എങ്ങും എത്തിയില്ലെന്നും നാട്ടുകാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.